ഞാൻ 6ാം ക്ലാസ്സും ഗുസ്തി. ഞാൻ 9ാം ക്ലാസ്സും ഗുസ്തി. ഞാൻ 12ാം ക്ലാസ്സും ഗുസ്തി. ഇവരെന്റെ മക്കൾ, ഞാനും ഒരു ഗുസ്തിക്കാരിയാണ്. ഇവരാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ 5 പേരും പഞ്ചഗുസ്തിക്കാരാണ്. എൻ്റെ അപ്പൂപ്പനിങ്ങനെ ഇതിങ്ങനെ കൈയൊക്കെ ബലമൊക്കെ പിടിച്ചു നോക്കുമായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും ഞാൻ തോപ്പിക്കില്ലായിരുന്നു. പിന്നെ തോപ്പിക്കാറായപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, ഇത് നിനക്ക് നല്ല ബലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്കൊരു താല്പര്യം തോന്നിയത്. കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തപ്പോൾ തന്നെ പ്രൈസ് കിട്ടി. ഓണമൊക്കെ വന്നാൽ ഒരു ദിവസം തന്നെ 5-6 സ്ഥലത്ത് പോയി കോമ്പറ്റ് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയി വന്നപ്പോൾ ഇത് വെക്കാനുള്ള സൗകര്യങ്ങളും കുറവ്. അങ്ങനെ ഇത് നിർത്താൻ വേണ്ടി അമ്മ ശരിക്കും ഒരു 3-4 ചാക്കിൽ കൊള്ളുന്ന സാധനം എടുത്ത് ഈ ആക്രി വന്നവർക്ക് എടുത്ത് കൊടുത്ത് ഇത് നിർത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 3-4 വർഷം ഇങ്ങനെ മാറി നിന്നു ഈ ഫീൽഡ്. ആ മാറി നിന്ന സമയത്താണ് എനിക്ക് ചെറിയ ഡിസ്റ്റൻസൊക്കെ ചെയ്ത് ഇങ്ങനെ കല്യാണം കഴിക്കാനും തോന്നിയത്. ഞാൻ ചെറുപ്പത്തിലൊന്നും ഒരു സ്പോർട്സിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഹസ്ബൻഡ് കെട്ടിയ ശേഷമാണ് നമ്മളൊരു പുറംലോകം തന്നെ കാണുന്നതും. കുഞ്ഞിലെ തന്നെ കൊച്ചി ഇതിനോട് ഇൻട്രസ്റ്റ് കാണിച്ച് അച്ഛൻ്റെ കൂടെ ജിമ്മിൽ പോവുകയും പിടിക്കുകയും പിന്നെ അച്ഛൻ കൊണ്ടുവരുന്ന മടലൊക്കെ എപ്പോഴും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചിന് ഭയങ്കര ഉത്സാഹം. കൊച്ചിന് മത്സരത്തിന് ഇറങ്ങണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. അന്നേരം കൂടെ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടെ പോയി നോക്കിയപ്പോൾ അവിടെ മത്സരത്തിന് ഇറങ്ങാൻ പറഞ്ഞ് ചേട്ടായി നിർബന്ധിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് കിട്ടിയപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും കുട്ടിയുടെ കൂടെ ഇറങ്ങണം. ഈ ആം റെസ്ലിംഗ് ഇപ്പോൾ പ്രൊഫഷണൽ പ്രോ പഞ്ച ലീഗായിട്ട് ഇത് ചെയ്തു. ഇന്ത്യയിൽ 6 ടീമുകളാണ് ഉള്ളത്. അതിൽ മകള് മുംബൈ മസിൽ ടീമിലാണ്. അത് പൂനിത് ബാലൻ എന്ന് പറഞ്ഞ് ആണ് അതിൻ്റെ ഫൗണ്ടർ. റീജ കറാക്ക് ഹൈദരാബാദിൽ മത്സരിക്കുന്ന ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ടീംസ് ആയതുകൊണ്ട് വളരെ രസമുള്ള കാര്യമായിരുന്നു. പിന്നെ കാറ്റഗറി വേറെ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പിടുത്തമൊന്നും വന്നിട്ടുണ്ടായില്ല. ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഗുസ്തി പിള്ളേരും ഉണ്ടെന്ന് പറയുമായിരുന്നു. പിള്ളേർക്കാണെങ്കിലും യാതൊരു പേടിയില്ല. ഏതൊരു സ്ഥലത്ത് പോകാനോ പോയി വരാനോ നൈറ്റെങ്കിൽ നൈറ്റ് അവർക്ക് സ്വയം പര്യാപ്തത ഉള്ളത് കൊണ്ട് അവർക്ക് ആ ധൈര്യമുണ്ട്. ഈ മാസം 16, 17, 18 തീയതികളിൽ പാലാ സെയിൻറ് തോമസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ സുരേഷ് മാധവനും ഭാര്യ റീജയും 3 പെൺമക്കളും ചേർന്ന് വാരിക്കൂട്ടിയത് 11 മെഡലുകൾ. കുടുംബത്തിലെ 5 പേരും വിവിധ വർഷങ്ങളിലായി ദേശീയ ചാമ്പ്യന്മാരുമായിട്ടുണ്ട്. അച്ഛനും മൂത്തമകൾ ആർദ്രയും അന്താരാഷ്ട്ര മെഡലുകളും നേടിയിട്ടുണ്ട്. ജയേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.